നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പതിറ്റാണ്ടുകളോളം നമ്മുടെ ഡിജിറ്റൽ ലോകം മുഴുവൻ സൂക്ഷിച്ചുവെച്ച ഒരു ഉപകരണത്തെക്കുറിച്ചാണ്. ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. പുറമേ നോക്കുമ്പോൾ സിമ്പിളാണെന്ന് തോന്നുമല്ലേ? പക്ഷേ ഈ അടച്ചുവെച്ച യൂണിറ്റിന്റെ ഉള്ളിൽ അതിവേഗം കറങ്ങുന്ന പ്ലാറ്ററുകൾ, കോടിക്കണക്കിന് ഡാറ്റാ ബിറ്റുകളാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ അതിന്റെ ഫിസിക്കൽ മാപ്പ്, അതായത് അതിന്റെ ജോമെട്രി എന്താണെന്ന് മനസ്സിലാക്കണം. ശരി, നമുക്കിതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഒരു ഹാർഡ് ഡ്രൈവിന്റെ ഉള്ളിൽ എന്താണുള്ളത്? ഒന്നോ അതിലധികമോ പ്ലാറ്ററുകൾ, അതായത് മാഗ്നറ്റിക് മെറ്റീരിയൽ പൂശിയ പരന്ന വൃത്താകൃതിയിലുള്ള ഡിസ്കുകൾ. ഇവയെല്ലാം നടുവിലുള്ള ഒരു സ്പിൻഡിലിന് ചുറ്റും കിടന്ന് കറങ്ങും. വെറും കറക്കമല്ല, മിനിറ്റിൽ ആയിരക്കണക്കിന് തവണ. ഇനി ഈ ഡേറ്റയൊക്കെ വായിക്കാനും എഴുതാനും ഒരു റീഡ് റൈറ്റ് ഹെഡുണ്ട്. ഇത് ഓരോ പ്ലാറ്ററിന്റെയും മുകളിലൂടെ ഇങ്ങനെ പറന്നു നടക്കും. ഈ ഹെഡ് ഒരു ഡിസ്കാമിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആം എല്ലാ ഹെഡുകളെയും ഒരുമിച്ചാണ് ചലിപ്പിക്കുന്നത്. ഇത് കാണുമ്പോഴാണ് ഈ ഉപകരണത്തിന്റെ മെക്കാനിക്കൽ സ്വഭാവം നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. ശരി, അപ്പോൾ ഈ കറങ്ങുന്ന പ്ലാറ്ററുകളിൽ ഡേറ്റയൊക്കെ എങ്ങനെയാണ് അടുക്കി വെച്ചിരിക്കുന്നത്? ചുമ്മാ വാരി വിതറുകയല്ല, ഇതിന് 3 ഭാഗങ്ങളുള്ള ഒരു അഡ്രസ്സിംഗ് സിസ്റ്റം തന്നെയുണ്ട്. ആദ്യം തന്നെ ഈ ഡിസ്കിന്റെ പ്രതലത്തെ ആയിരക്കണക്കിന് വൃത്താകൃതിയിലുള്ള പാതകളായി തിരിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒരു പഴയ ഗ്രാമഫോൺ റെക്കോർഡിലെ പാളികളുടെ പോലെ. പക്ഷേ ഇത് സ്പൈറലല്ല, ഓരോന്നും ഓരോ വട്ടമാണ്. ഇതിൽ ഓരോ വട്ടത്തെയും നമ്മളൊരു ട്രാക്ക് എന്ന് വിളിക്കും. അടുത്തതായി ഓരോ ട്രാക്കിനെയും വീണ്ടും ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിരിക്കുന്നു. ഇതിനെയാണ് സെക്ടറുകളെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രൈവിന് ഒരു സമയം വായിക്കാനോ എഴുതാനോ പറ്റുന്ന ഏറ്റവും ചെറിയ ഡാറ്റയുടെ കഷ്ണമാണ് ഈ സെക്ടർ. ഇനി ഓർമ്മയില്ലേ, ഡിസ്കാം എല്ലാ ഹെഡുകളെയും ഒരുമിച്ചാണ് നീക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഏതൊരു നിമിഷത്തിലും എല്ലാ പ്ലാറ്ററുകളിലെയും ഹെഡുകൾക്ക് താഴെ വരുന്ന ഒരേപോലത്തെ ട്രാക്കുകളെല്ലാം ചേർത്താൽ ഒരു വെർച്വൽ സിലിണ്ടർ പോലെയാവും. അതാണ് സിലിണ്ടർ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഒരു ഹാർഡ് ഡ്രൈവിലെ ഒരു ഫയലിന്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു കോർഡിനേറ്റ് പോലെയാണ്. ആദ്യം ഒരു പ്രത്യേക സിലിണ്ടറിലേക്ക് പോകണം, എന്നിട്ട് ആ പ്ലാറ്ററിലെ ശരിയായ ട്രാക്ക് കണ്ടുപിടിക്കണം, അതിനുശേഷം ആ ട്രാക്കിലെ കൃത്യമായ സെക്ടറിലേക്ക് എത്തണം. ഇപ്പം നമ്മുടെ കയ്യിൽ മാപ്പ് റെഡിയാണ്. ഇനി ഈ ഡ്രൈവ് എങ്ങനെയാണ് ഈ മാപ്പ് വെച്ച് വഴി കണ്ടുപിടിക്കുന്നത്? ഡേറ്റ എടുക്കുന്നത് ഒരു കൃത്യമായ 3 ഘട്ടങ്ങളുള്ള ഒരു മെക്കാനിക്കൽ ഡാൻസ് പോലെയാണ്. നമുക്ക് നോക്കാം ഈ ഡാൻസ് എങ്ങനെയാണെന്ന്. ഒന്നാമതായി, ആം ചലിക്കണം, ഹെഡിനെ ശരിയായ ട്രാക്കിലേക്ക് എത്തിക്കണം. അതിനാണ് സീക്ക് ടൈം എന്ന് പറയുന്നത്. 2, പ്ലാറ്റർ കറങ്ങി നമ്മൾക്ക് വേണ്ട സെക്ടർ ഹെഡിന്റെ താഴെ എത്താനായി കാത്തിരിക്കണം. അതാണ് റൊട്ടേഷണൽ ലേറ്റൻസി. മൂന്നാമതായി, ആ സെക്ടർ ഹെഡിന്റെ താഴേക്കൂടെ കടന്നു പോകുമ്പോൾ ഡേറ്റ വായിക്കുകയോ എഴുതുകയോ ചെയ്യുന്നു. അതിനാണ് ട്രാൻസ്ഫർ ടൈം എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഡേറ്റ കിട്ടാനെടുക്കുന്ന മൊത്ത സമയമെന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളുടെയും തുകയാണ്. സീക്ക് ടൈം, റൊട്ടേഷണൽ ലേറ്റൻസി, പിന്നെ ട്രാൻസ്ഫർ ടൈം. ഇവിടെയാണ് ജോമെട്രി ഒരു വലിയ സ്വാധീനം ചെലുത്തുന്നത്. അതായത് ഡേറ്റാ ബ്ലോക്കുകൾ തമ്മിലുള്ള ദൂരം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ കാത്തിരിക്കേണ്ട സമയവും കൂടും. അത്രേ ഉള്ളൂ. നമുക്ക് 2 യഥാർത്ഥ ഡ്രൈവുകളെ നോക്കാം. ഒന്ന് നല്ല പെർഫോമൻസുള്ള ചീറ്റ ഡ്രൈവ്, മറ്റൊന്ന് സാധാരണ ബറാക്കുഡ ഡ്രൈവ്. അവയുടെ സീക്ക് ടൈമും കറങ്ങുന്ന വേഗതയും, അതായത് RPMഉം തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഇനി ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം വരാൻ പോകുന്നതേയുള്ളൂ. ഈ കാണുന്ന വ്യത്യാസങ്ങൾ 2 തരം ജോലികളിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് നോക്കാം. ഒന്ന്, ഡിസ്കിൽ പലയിടത്തായി ചിതറിക്കിടക്കുന്ന ഡേറ്റ എടുക്കുന്നത്, അതായത് റാൻഡം ആക്സസ്. 2, ഒരേ സ്ഥലത്ത് തുടർച്ചയായി അടുക്കിവെച്ച് ഡേറ്റ എടുക്കുന്നത്, അതായത് സീക്വൻഷ്യൽ ആക്സസ്. ഈ ഹൈ പെർഫോമൻസ് ചീറ്റ ഡ്രൈവിൽ തന്നെ റാൻഡം ആക്സസ് ചെയ്യുമ്പോൾ സ്പീഡ് ഒരു സെക്കൻഡിൽ 1 MB താഴെയാണ്. എന്നാൽ അതേ ഡ്രൈവിൽ സീക്വൻഷ്യലായി ഡാറ്റ ആക്സസ് ചെയ്യുമ്പോഴോ ഡ്രൈവിന്റെ മാക്സിമം സ്പീഡായ 125 MB/s എത്തുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഏകദേശം 200 മടങ്ങ് വ്യത്യാസം. ഡേറ്റ അടുപ്പിച്ചാണോ അതോ അകലെയാണോ വെച്ചിരിക്കുന്നത് എന്ന ഒരൊറ്റ കാര്യത്തിലാണ് ഈ വ്യത്യാസം മുഴുവൻ കിടക്കുന്നത്. വിദഗ്ധർ പറയുന്ന പോലെ ഈ ഫിസിക്കൽ റിയാലിറ്റി മെക്കാനിക്കൽ ഡ്രൈവുകൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. ഡേറ്റ എവിടെ വയ്ക്കുന്നു എന്നതിലാണ് എല്ലാ കളിയും ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? മെക്കാനിക്കൽ ഹാർഡ് ഡ്രൈവുകളുടെ ലോകത്ത് ഭൗതികശാസ്ത്രത്തിന്റെ നിയമങ്ങളാണ് രാജാവ്. ചെറിയ പലയിടത്തായി ചിതറിക്കിടക്കുന്ന ഫയലുകൾ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് ഹെഡ് ചലിപ്പിക്കാനും പ്ലാറ്റർ കറങ്ങാനുമാണ്. അതായത് സീക്ക് ടൈമും റൊട്ടേഷണൽ ഡിലേയും. ട്രാൻസ്ഫർ ടൈമിന് പ്രാധാന്യം വരുന്നത് ഒരു വലിയ ഫയൽ തുടർച്ചയായി വായിക്കുമ്പോൾ മാത്രമാണ്. അതുകൊണ്ടാണ് ബന്ധപ്പെട്ട ഡേറ്റയെ ഭൗതികമായി അടുത്തുവെക്കുക,
അല്ലെങ്കിൽ ഡേറ്റ ലൊക്കാലിറ്റി എന്നത് ഹാർഡ് ഡ്രൈവിന്റെ പെർഫോമൻസിന് ഏറ്റവും അത്യാവശ്യമായി വരുന്നത്. ഇന്നത്തെ കാലത്ത് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവുകൾ, അതായത് SSDകൾ, ഈ കളി ആകെ മാറ്റിമറിച്ചു. കാരണം അതിന് ചലിക്കുന്ന ഭാഗങ്ങളില്ല. പക്ഷേ ഒരു ചോദ്യമുണ്ട്, ഈ ജോമെട്രിയുടെ ഭൂതത്തിൽ നിന്ന് നമ്മൾ ശരിക്കും രക്ഷപ്പെട്ടോ? കാരണം പണ്ടത്തെ ഈ ഫിസിക്കൽ ലേഔട്ടിനു വേണ്ടി ഉണ്ടാക്കിയ ഒപ്റ്റിമൈസേഷനുകൾ ഇന്നും നമ്മൾ സോഫ്റ്റ്വെയറുകളും ഫയൽ സിസ്റ്റംസും ഉണ്ടാക്കുന്ന രീതിയെ സ്വാധീനിക്കുന്നുണ്ട്. അത് വേറൊരു ദിവസത്തെ ചർച്ചയാണ്.